ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആയാലോ? അപ്പം നമ്മളിതേ പതിവ് പോലെ തന്നെ മക്കളെ ഉറക്കിയതിന് ശേഷം ഫുൾ ഓഫ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെടിയൊക്കെ ഒന്ന് നനച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് തോന്നുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് കേട്ടോ ഇത് ഡെയിലി ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. അങ്ങനെ ചെടിയൊക്കെ ഒന്ന് നനച്ചിട്ടു. അതിന് ശേഷം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായയല്ല കോഫിയാണ് ഉണ്ടാക്കിയത്. അത് അടിപൊളി ബ്രൂ കോഫിയാണ്. അത് കഴിഞ്ഞേരെ ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരാമെന്നൊക്കെ വിചാരിച്ചു അടുക്കള. അപ്പോൾ സമയം കിട്ടിയപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ കോഫി കുടിച്ചു കേട്ടോ. കോഫീൻ്റെ കൂടെ ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ പഞ്ഞിമിഠായിയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് നമ്മൾ പണ്ട് ചെറിയ കുട്ടികൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വാങ്ങിക്കാറില്ലായിരുന്നോ? സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിക്കുന്നൊരു പ്രത്യേക ഒരു പഞ്ഞിമിഠായി അതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ അമ്മ വന്നു. അതിന് ശേഷം ഞാൻ വിളക്ക് വെക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇപ്പോൾ 2 വാതിലൊക്കെ തുറന്നിട്ടു, പുറത്തുള്ള ചവിട്ടിയൊക്കെ നീക്കി വെച്ചു. നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഒരു 6:15 ആയിട്ടുണ്ടാവണം. ഇപ്പം വേഗം ഇരുടാവുന്നതുകൊണ്ട് നമ്മൾ വേഗം തന്നെ വിളക്ക് കത്തിക്കും കേട്ടോ. ഒരു 6 മണി കഴിയുമ്പോൾ തന്നെ കത്തിക്കും. അപ്പോൾ ഇതായത് കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും കൂടി, അമ്മ ചായ കുടിക്കുമ്പോൾ അമ്മേൻ്റെ കൂടെ എന്തൊക്കെയോ സംസാരിക്കുകയാണ് കേട്ടോ. അന്നത്തെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇതേ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്നു കേട്ടോ. നീമോൾ എഴുന്നേറ്റ് വന്നു, നീലു എഴുന്നേറ്റ് വന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ കളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. ഫുൾ ഓഫ് അത് കഴിഞ്ഞ് നമ്മളിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയൊരു സാധനം ഉണ്ടായിരുന്നു. നൂൽപുട്ട് ഉണ്ടാക്കാനൊരു ഈസി മേക്കർ. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് എനിക്ക് ആദ്യം തോന്നിയെങ്കിലും പിന്നെ അത്ര ഒരു സുഖമില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ മാവ് വെച്ചിട്ട് നമ്മൾ സ്റ്റാപ്ലർ പിന്നെ നമ്മൾ അടിക്കുന്നത് പോലെ ഇങ്ങനെ അടിച്ചാൽ മാത്രം, സ്റ്റാപ്ലർ അടിക്കുന്നത് പോലെ ജസ്റ്റ് അടിച്ചാൽ മാത്രം മതി. അതാണ് കേട്ടോ. പിന്നെ അമ്മച്ച വന്നൊരു കാഴ്ച കേട്ടത്. അത് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചു. ആദ്യം പത്തിരി കഴിച്ചു, പിന്നെ അത് കഴിഞ്ഞാൽ ചോറ് കഴിച്ചു കേട്ടോ. ചോറും മീൻകറിയും മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി കഴിച്ചു. പിന്നെ ശേഷം ഫ്രഷൊക്കെ ചെയ്തതിന് ശേഷം എനിക്കുള്ളൊരു പരിപാടിയായിരുന്നു ന്യൂമറേഷൻ ഫോം. ഇപ്പം നമുക്ക് കാണുന്നുണ്ടല്ലോ SIRൻ്റെ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ശേഷം റൂമിൽ വന്നപ്പോൾ റൂം മൊത്തം അലമ്പാക്കിയിട്ടിരിക്കുകയാണ്. അപ്പം മൊത്തമായിട്ടൊന്ന് ക്ലീൻ ആക്കുന്ന ഇടയിൽ കൂടെ മക്കൾസ് ഓരോരുത്തരായിട്ട് കിടക്കയിൽ വന്ന് കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെ മാറ്റി മാറ്റി ഒതുക്കി. അപ്പോൾ അടുത്ത ആളും വന്ന് കിടന്നു. അങ്ങനെ കളിച്ച് അവസാനം ഞാനതെല്ലാം ഒതുക്കി ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. ശേഷം കിടത്താൻ വേണ്ടി കൊണ്ടുവരികയാണ്. കിളിക്കുട്ടീനെ നമ്മൾ തൊട്ടിലേക്ക് കേട്ടോ ഇട്ടത്. അപ്പോൾ കിളിക്കുട്ടീനെ തൊട്ടിലൊക്കെ ഇട്ടു. അതിന്നത് കിളിക്കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഫേവറേറ്റാണ് ടെഡി ബിയർ എന്ന് പറയുന്ന ഗേൾസിനൊക്കെ, അതുപോലെ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളിതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്.